നല്ല രീതിയിൽ ഞാൻ പറ്റിക്കപ്പെട്ടിരിക്കുകയാണ്. പിന്നെ ആകെ ഒരു സമാധാനം, എനിക്ക് പൈസ തിരിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു 12 ദിർഹംസ് കഴിഞ്ഞ തവണ വാങ്ങിയിട്ട്. പക്ഷേ കഴിഞ്ഞ തവണ പർച്ചേസ് ചെയ്ത എല്ലാം അടിപൊളി സാധനങ്ങളായിരുന്നു കേട്ടോ. എല്ലാം അതേപോലെ തന്നെ എനിക്ക് കിട്ടി. എപ്പോഴും എല്ലായിടത്തും ശരിയായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഇത് ഞാൻ പേ ചെയ്തത് ഇതിനെല്ലാം കൂടെ 12 ദിർഹംസാണ്. അതുകൊണ്ട് ഞാനിത് തൽക്കാലം എന്ത് ചെയ്യണം എന്നറിയാണ്ടിരിക്കുകയാണ്. പക്ഷേ അടുത്തത് ഈ ഒരു എംബ്രോയിഡറി ഹൂപ്പാണ് കേട്ടോ. ഇത് പണിവാളി. ഇത് ഭയങ്കര കുഞ്ഞിതാണ് കേട്ടോ, ഭയങ്കര കുഞ്ഞിതാണ്. ഇത്രയേ ഉള്ളൂ സാധനം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു തെമു ഹോളാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായി നമ്മളിങ്ങനെ ഇരുന്നൊരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇത് വാങ്ങിയ സമയത്ത് എന്തായാലും ഇത്തവണ അൺബോക്സിങ് നിങ്ങളുടെ കൂടെ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെയാണ് കേട്ടോ എനിക്കിത് വന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. മനഃപൂർവ്വം ഇന്നലെ പൊട്ടിക്കാണ്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ബാഗിൻ്റെ അകത്ത് കുറച്ചധികം സാധനങ്ങളുണ്ട്. എനിക്ക് നല്ല സംശയമുണ്ട് ഇതിൻ്റെ അകത്തെല്ലാം ഉണ്ടോ എന്ന്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്തു. ഈ തെമു എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ മീഷോയൊക്കെ പോലുള്ള ഒരു ആപ്ലിക്കേഷനാണ് കേട്ടോ. വളരെ റേറ്റ് കുറച്ചിട്ട് നമുക്ക് പ്രോഡക്റ്റ്സ് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഞാൻ കുറച്ചധികം സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായി. അത് എനിക്ക് കഴിഞ്ഞ തവണ വാങ്ങിയ അതിൽ നിന്ന് പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പോയിൻറ്റ്സും ഇതിൽ യൂസ് ചെയ്തിട്ടാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 11 ദിർഹംസൊക്കെ പേ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഈ ആകെ മൊത്തം സാധനങ്ങൾക്ക്. ബാക്കിയുള്ളതെല്ലാം എനിക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഞാൻ ഇങ്ങനെ വാങ്ങിയതെന്നുള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എന്താണ് സംഭവം എന്ന്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സാധനം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതൊരു ലൂഫയാണ്. നമ്മൾ കുളിക്കാൻ യൂസ് ചെയ്യുന്ന സാധനമില്ലേ, അത് തന്നെ. ഇതിലൊരു വള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല സോഫ്റ്റ് ആണ്, അധികം ഹാർഷ് ഒന്നുമല്ല, നല്ല സോഫ്റ്റ് ആണ്. ഇതിന് ഞാൻ പേ ചെയ്തത് 2 ദിർഹംസാണ് കേട്ടോ. 2 ദിർഹംസിനാണ് ഈ ഒരു സാധനം കിട്ടിയത്. 2 ദിർഹംസിന് അത്യാവശ്യം വർത്താണ്. ഇതാ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്. ഈ ഒരു കളറ് ഞാൻ ചൂസ് ചെയ്തതാണ് കേട്ടോ. പല കളറുണ്ട്, അപ്പോൾ ഈ ഒരു കളറ് ഞാൻ ചൂസ് ചെയ്തതാണ്. അടുത്തത് ഈ ഒരു എംബ്രോയിഡറി ഹൂപ്പാണ് കേട്ടോ. ഇത് പണിവാളി. ഇത് അതിൽ കണ്ടപ്പോൾ നല്ല സൈസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഭയങ്കര കുഞ്ഞതാണ്. ഇതാ എൻ്റെ കൈൻ്റെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിന് ഞാൻ പേ ചെയ്തത് 3 ദിർഹംസാണ് കേട്ടോ. പക്ഷെ ഇത് നഷ്ടമാണ് കേട്ടോ. മാത്രമല്ല ഇത് പ്ലാസ്റ്റിക് ആണ്. ഇത് എന്താ പറയുക, സാധാരണ ഞാൻ തടീൻ്റെതാണ് വാങ്ങിക്കാറ്. ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ഇത് ഞാൻ പറ്റിക്കപ്പെട്ടു. ക്വാളിറ്റി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ പ്ലാസ്റ്റിക് ആണ്. അതുകൊണ്ട് എനിക്ക് കുറച്ച് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇതുവരെയും പ്ലാസ്റ്റിക്കിൻ്റെ ഹൂപ്പ് യൂസ് ചെയ്തിട്ടില്ല. നാട്ടിൽ നിന്നാണേലും പണ്ടോട്ട് ഞാൻ തടീൻ്റെ ഹൂപ്പാണ് കേട്ടോ യൂസ് ചെയ്യാറ്. ഇത് പ്യുവർ പ്ലാസ്റ്റിക് ആണ്. പക്ഷേ നമ്മൾ അതിൽ ഫോട്ടോ ഉണ്ടായത് വുഡിൻ്റെ ആയിരുന്നു. ഞാൻ ഫോട്ടോ കൊടുക്കാം കേട്ടോ, അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും അടുത്ത സാധനം നമുക്ക് നോക്കാം. ഓക്കെ, അടുത്തത് ഈ ഒരു ഐറ്റാണ് കേട്ടോ. ഇതാണ് ഞാൻ നോക്കിയിരുന്ന് വാങ്ങിയൊരു സാധനം. ഇത് എംബ്രോയിഡറി ചെയ്യുന്ന ഒരു പെന്നാണ് കേട്ടോ. ഇതിൽ സ്റ്റിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്ത് 2 ടൈപ്പ് നീഡിലുണ്ട്. പിന്നെ സാധാരണ നീഡിൽ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ ഇതിലുണ്ട് കേട്ടോ. ഇതിന് ഞാൻ പേ ചെയ്തത് 7 ദിർഹംസാണ് കേട്ടോ. 7 ദിർഹംസാണ് ഞാൻ ഇതിന് പേ ചെയ്തത്. 7 ദിർഹംസിന് എനിക്കിത് നല്ലതായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും ഞാനിത് വർക്ക് ചെയ്യുമെന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയുണ്ട് ക്വാളിറ്റി എന്നൊക്കെ. അപ്പോൾ അടുത്ത് ഞാൻ വാങ്ങിയൊരു സാധനം ഇതാണ് കേട്ടോ. അടുത്തത് ഈ ഒരു സാധനമാണ്. ഇതൊരു ഹിജാബാണ്, ലൈക്ക് ഒരു ഷോളാണ്, ഒരു റണ്ണിങ് മെറ്റീരിയലുള്ളൊരു ഷോളാണ്. ഇതിന് ഞാൻ പേ ചെയ്തത് 9 ദിർഹംസാണ്. പക്ഷെ 9 ദിർഹംസിന് ഇത് നഷ്ടമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അത്ര വലിയ ക്വാളിറ്റി ഉള്ള മെറ്റീരിയലൊന്നും അല്ല. നമ്മുടെ നാട്ടിലത്തെ സാധാരണ നമ്മുടെ ഹിജാബില്ലേ, അത് കൂട്ട് ഒരു ഹിജാബാണ് കേട്ടോ. 9 ദിർഹംസാണ് ഇതിന്. ഈ ഒരു പേസ്റ്റൽ കളർ കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത്. ഈ കാശിന് വർത്താണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്രയ്ക്ക് വർത്തായിട്ട് തോന്നുന്നില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും തയ്ക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ് കേട്ടോ. ഷോളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതല്ല, എന്തെങ്കിലും തയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിയതാണ്. 9 ദിർഹംസാണ് ഞാൻ ഇതിന് പേ ചെയ്തത്. അടുത്തത് ഇത് ഒരു പ്ലെയർ ആണ്. നമ്മുടെ ഡ്രസ്സിലൊക്കെ നമുക്ക് ഇതുപോലത്തെ ബട്ടനൊക്കെ വെക്കാനുള്ള ഒരു പ്ലെയറും അതുപോലെ 50 ഇതുപോലത്തെ ബട്ടൺസും ഉണ്ട് കേട്ടോ. ഇതിന് ഞാൻ പേ ചെയ്തത് 6 ദിർഹംസാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിന് വർക്കിംഗ് ആണോ എന്നൊക്കെ നമുക്ക് നോക്കണം. ഇതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് തോന്നുന്നത്.
അടുത്ത് ഞാൻ വാങ്ങിയത് ഈ സൂചീൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് 10 നീഡിലുണ്ട്. 2 ദിർഹംസ് ആയിരുന്നു കേട്ടോ. ഇത് കുഴപ്പമില്ല, നമ്മുടെ മെഷീൻ്റെ അകത്തിടുന്ന സൂചിയാണ്, മെഷീൻ്റെ അകത്തിടുന്ന നീഡിലാണ് കേട്ടോ. ഇത് കുഴപ്പമില്ല, പക്ഷേ എല്ലാം സെയിം സൈസാണ്, പല സൈസല്ല. ഇതെൻ്റെ മെഷീനിൽ ഫിറ്റ് ആകുമെന്നും എനിക്കറിയില്ല, ഇതെനിക്ക് നോക്കണം. സൈസ് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാനൊന്ന് വാങ്ങിയതാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇതെൻ്റെ മെഷീനിൽ വർക്കാവുമെന്ന് തോന്നുന്നില്ല കേട്ടോ. എഗെയിൻ ആസ് യൂഷ്വൽ നഷ്ടക്കച്ചവടം. അടുത്തത് ഇതൊരു ഹുക്കാണ് കേട്ടോ. ഇതും കാണുമ്പോൾ ഒരു നല്ല വലിയ സൈസ് ഉണ്ടായിരുന്നു. ഞാൻ എല്ലാത്തിൻ്റെയും ഇതിലുള്ള സൈസ് ഞാൻ പിക്ചർ കൊടുക്കാം കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഇത് കിട്ടിയപ്പോൾ എൻ്റെ ഭയങ്കര കുഞ്ഞിതാണ് കേട്ടോ, ഭയങ്കര കുഞ്ഞിതാണ്. ഇത്രയേ ഉള്ളൂ സാധനം, എൻ്റെ കൈൻ്റെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെ ഞാൻ കാണിക്കാം, ഇതാ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഒട്ടിക്കാനുള്ള ഡബിൾ സൈഡ് ടേപ്പ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓരോന്നെടുക്കുക, നമുക്ക് ഭിത്തിയിൽ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വയ്ക്കാം കേട്ടോ, എന്തെങ്കിലും സാധനങ്ങളൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതും കുറച്ചുകൂടെ വലുപ്പം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, അതും ഞാൻ പറ്റിക്കപ്പെട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത സാധനം, ഇതും ഞാൻ പറ്റിക്കപ്പെട്ടിരിക്കുകയാണ്. അടുത്തത് ഇതാണ് കേട്ടോ, ഹെയർ ഡ്രയർ എന്ന് പറഞ്ഞ് ഞാൻ ഇതിന് പേ ചെയ്തത് 5 ദിർഹംസ് ആണ്. ഇതിൻ്റെ താഴെയുള്ളത് ഈ ഹെയറിൻ്റെ ഈ ബ്രഷാണ് കേട്ടോ. നല്ല രീതിയിൽ ഞാൻ പറ്റിക്കപ്പെട്ടിരിക്കുകയാണ്. പിന്നെ ആകെ ഒരു സമാധാനം, എനിക്ക് പൈസ തിരിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു 12 ദിർഹംസ് കഴിഞ്ഞ തവണ വാങ്ങിയിട്ട്. പക്ഷെ കഴിഞ്ഞ തവണ പർച്ചേസ് ചെയ്ത എല്ലാം അടിപൊളി സാധനങ്ങളായിരുന്നു കേട്ടോ. എല്ലാം അതേപോലെ തന്നെ എനിക്ക് കിട്ടി. എപ്പോഴും എല്ലായിടത്തും ശരിയായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഇത് ഞാൻ പേ ചെയ്തത് ഇതിനെല്ലാം കൂടെ 12 ദിർഹംസ് ആണ്. അതുകൊണ്ട് ഞാനിത് തൽക്കാലം എന്ത് ചെയ്യണം എന്നറിയാണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊരു വല്ലാത്ത ചതിയായിപ്പോയി. ഹെയർ ഡ്രയർ എന്നാണ് ഇതിൻ്റെ പേര് കൊടുത്തേക്കുന്നത്. ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിലത്തെ പോലെ മറ്റേ ഈ മീഷോയ്ക്കകത്തൊക്കെ ഇടുന്ന പറ്റിപ്പീര് സാധനമില്ലേ, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചതാണ്. സ്ട്രൈറ്റ്നറൊക്കെ കിട്ടുമല്ലോ നമുക്ക് 200 രൂപയ്ക്ക്, അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ ഹെയറിൻ്റെ ബ്രഷ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഡ്രയറിൻ്റെ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയിരിക്കുന്ന എല്ലാ സാധനങ്ങളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അല്ലാണ്ട് ഞാൻ സ്ക്രീനിൽ തന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ, ശരിക്കും ഒറിജിനൽ ഫോട്ടോസൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ, ചെറിയ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.